ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഒടിപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. യെസ്, ദിസ് ഈസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. പറയണം. 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? ഇത് മാറിയിട്ടുണ്ടെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇത് ആൽബർട്ടോവിനെ ഉടിപ്പിക്കാമോ ഇല്ലയോ? നമ്മളിപ്പോൾ ഈ സിനിമയിലെ ശ്രീനിവാസൻ നിന്ന് വേർക്കുന്ന കണ്ടില്ലേ, അതുപോലെ നമ്മുടെ കേരള പോലീസ് മുമ്പൊരിക്കൽ നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 1990 നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഓസ്ട്രേലിയൻ പൗരനായ സാൽവദോർ എന്ന് പറഞ്ഞ ഒരു പൗരൻ വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുന്നത് 61 കിലോ ഹാഷ് ഓയിലാണ്. അപ്പോൾ അത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചിട്ടാണ് ഇയാൾ വരുന്നത്. അന്ന് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി 10 വർഷം കഠിന തടവും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയാണ് വിധിച്ചേട്ടോ. അങ്ങനെ 1994 ഈ കേസിന് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ അന്നത്തെ ഇദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ ജൂനിയർ അഡ്വക്കേറ്റ് ആയിരുന്നു ആൻ്റണി രാജു, നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള ആൻ്റണി രാജു. അങ്ങനെ ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഇയാളെ വെറുതെ വിടുകയാണ്. കാരണം ഈ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം ഇയാൾക്ക് പാകമല്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിടുന്നത്. അങ്ങനെ സാൽവദോർ നേരെ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയയിൽ ചെന്ന ഉടനെ തന്നെ അവിടെ ഒരു കൊലക്കേസിൽ ഇയാൾ ജയിലിലാവുകയാണ്. ജയിലിലായതിനു ശേഷം ഇയാൾ ജയിലിലെ തടവുകാരനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഈ കേസിൽ നിന്നൊക്കെ നിസ്സാരം പോലെ പുറത്തു വരും. കാരണം എനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാൻ കുറച്ച് അട്ടിമറിയൊക്കെ കാണിച്ചാണ് ഞാൻ രക്ഷപ്പെടുത്തി. കാരണം എൻ്റെ കയ്യിൽ കാശുണ്ടെന്നൊക്കെ ഇയാൾ തടവുകാരനോട് പറയുവാണ്. തടവുകാരൻ അത് പോലീസിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇൻ്റർപോൾ അന്നേരം നമ്മുടെ ഇന്ത്യൻ പോലീസിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കേരള പോലീസ് ഇത് ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ കൊടുക്കുന്നത്. ഈ കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി അപ്പീൽ കൊടുക്കുന്നത്. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഈ തിരിമറിയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് സാൽവദോർ നമ്മളെ കേരളത്തിൽ ജയിലിലായിരുന്ന സമയത്ത് ഈ സാൽവദോറിൻ്റെ ബന്ധുവായിട്ടുള്ള പോൾ കടന്നു വരുന്നുണ്ട്. പോൾ വന്നിട്ട് കോടതിയിൽ ഒരു പേപ്പർ കൊടുക്കുകയാണ്. സാൽവദോറിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് കേസിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ തിരിച്ചു തരണമെന്നായിരുന്നു ആ ഒരു പേപ്പർ. അപ്പോൾ കോടതി ആവശ്യം അംഗീകരിച്ചു. അങ്ങനെ ആ സാധനങ്ങൾ പോൾ ഒപ്പിട്ട് വാങ്ങാൻ വന്നപ്പോൾ പോളിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ആൻ്റണി രാജുവാണ്. അങ്ങനെ ആൻ്റണി രാജു റെക്കോർഡിൽ ഒപ്പിട്ട് ആ അടിവസ്ത്രം കൈപ്പറ്റിയ അടിവസ്ത്രം തിരിച്ച് കോടതിയിൽ ഏൽപ്പിക്കുന്നത് വിചാരണയ്ക്ക് കുറച്ച് മുമ്പാണ് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ അവർ അടിവസ്ത്രം വെട്ടിമുറിച്ച് ചെറുതാക്കി പാകപ്പെടുത്തിയിട്ടാണ് അത് കോടതിയിൽ ഹാജരാക്കുന്നത്. അങ്ങനെ നീണ്ട വർഷങ്ങളുടെ പോരാട്ടത്തിന് ഫലമായിട്ടാണ് ആ കേസിൻ്റെ വിധി ഇന്നലെ പുറത്തു വന്നത്. നമ്മുടെ ശ്രീനിവാസൻ ഈ സിനിമയിൽ നിന്ന് നന്നായിട്ട് വേർക്കുന്നില്ല. ഇതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസിൽ നിന്ന് വിയർത്ത ആ വിയർപ്പ് തുടച്ചു മാറ്റിക്കൊണ്ടാണ് ഈ വിധി വന്നതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം കേട്ടോ.